ഈ ഗ്രീൻലാൻഡ് എനിക്കിതാ താക്കൂറേ. ഇപ്പോൾ ലഭിക്കുന്ന പുതിയ വാർത്ത എന്തെന്നാൽ ഡെൻമാർക്കിന്റെ മാത്രമല്ല, യൂറോപ്പിലെ മറ്റു പല രാജ്യങ്ങളിലെയും, വെറും യൂറോപ്പ് മാത്രമല്ല, നാറ്റോയുടെ നട്ടലായ പടിഞ്ഞാറൻ യൂറോപ്പിലെയും സൈനികർ ഗ്രീൻലാൻഡിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ, റഷ്യയും ചൈനയും അവിടെ ഭയത്തിന്റെ നിഴലായി നിലനിൽക്കുന്നു. ട്രംപ് അവരുടെ പേര് ആവർത്തിച്ച് പറയുന്നു. റഷ്യയെയും ചൈനയെയും നേരിടാൻ നമുക്കിവിടെ ഒരു മിസൈൽ സ്റ്റേഷൻ സ്ഥാപിക്കേണ്ടി വരുമെന്നും അതുവഴി വരുന്ന മിസൈലുകളെ നേരത്തെ തന്നെ കണ്ടെത്താനും തടയാനും കഴിയുമെന്നും അദ്ദേഹം പറയുന്നു. അവർ അവിടെ ഭയത്തിന്റെ രൂപത്തിൽ നിലനിൽക്കുന്നു. ഗ്രീൻലാൻഡിലെ കഷ്ടിച്ച് 50,000-ഓ 70,000-ഓ വരുന്ന ആളുകൾ ആ സ്ഥലത്തെ തദ്ദേശവാസികളായി അവിടെയുണ്ട്. ഇപ്പോൾ കുരുക്ഷേത്രത്തിൽ യുദ്ധം നടന്നതുപോലെ അവിടെയും ചുറ്റുവട്ടത്ത് ഗ്രാമങ്ങളും മറ്റും ഉണ്ടായിരുന്നിരിക്കുമല്ലോ. അതാണ് ഈ ഗ്രീൻലാൻഡുകാർ. ഇപ്പോൾ ഇവിടുന്ന് എല്ലാ യൂറോപ്പുകാരും അവിടെയുണ്ട്. അവിടുന്ന് അമേരിക്കക്കാരുമുണ്ട്. മഹാഭാരതവും ഇതുതന്നെയായിരുന്നില്ലേ? ആ സമയത്ത് നിങ്ങൾ ഇന്ത്യയിലിരുന്നു കൊണ്ട് അതിനെ ലോകമെന്ന് വിളിക്കാം. അന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോകം എന്നാൽ ആഫ്രിക്ക ആയിരുന്നില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അന്ന് ലോകം തെക്കേ അമേരിക്ക ആയിരുന്നില്ല. ഇന്ത്യക്ക് ലോകം എന്തായിരുന്നു? ജംബൂ ദ്വീപെ ഭാരതവർഷെ എന്ന് പറയുന്ന, നമ്മൾ ഭാരതവർഷം എന്ന് വിളിക്കുന്ന ആ ഇടത്ത് എല്ലാവരും ഒത്തുകൂടിയിരുന്നു. അപ്പോൾ ഗ്രീൻലാൻഡിലും അതുതന്നെയാണ് സംഭവിക്കുന്നത്. സാഹചര്യങ്ങൾ മാറുന്നില്ല. പെരുമാറ്റം അന്നും ഇന്നും ഒന്നുപോലെ തുടരുന്നു. അന്ന് എന്താണോ ഉണ്ടായിരുന്നത് ഇന്നും അതുതന്നെയാണ് നടക്കുന്നത്. ഗീത നിങ്ങൾക്ക് കുറച്ച് അറിവ് കിട്ടാൻ വേണ്ടി മാത്രമുള്ളതല്ല. നിങ്ങൾ കുറച്ച് സിദ്ധാന്തങ്ങൾ കാണാതെ പഠിക്കുകയും സ്വയം ജ്ഞാനി എന്ന് വിളിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ശ്ലോകങ്ങൾ ചൊല്ലി പണ്ഡിതൻ എന്ന് വിളിക്കപ്പെടുകയും ആളുകൾ നിങ്ങളെ പുകഴ്ത്തുകയും ചെയ്യുന്നു. ഇതെല്ലാം വെറും പാടുവേലയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. കുരുക്ഷേത്ര മൈതാനത്ത് അർജുനൻ ജ്ഞാനിയായി നടക്കുന്നു. ഒരു അമ്പ് അവിടുന്ന് വരുന്നു, ഒരു അമ്പ് ഇവിടുന്ന് വരുന്നു. അതോടെ കളി തീർന്നു. ജ്ഞാനിയായി നടന്നതുകൊണ്ട് കാര്യമില്ലെന്ന് ഗീതയ്ക്ക് നന്നായി അറിയാം. ഏത് ലോകത്താണോ ജീവിക്കുന്നത് ആ ലോകത്ത് ജീവിക്കാനുള്ള മര്യാദ അല്ലെങ്കിൽ രീതി അറിഞ്ഞിരിക്കണം. കുരുക്ഷേത്രത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് ഗീത പഠിപ്പിക്കുന്നു. അതിനുശേഷം ജയിക്കുമോ തോൽക്കുമോ എന്നറിയില്ല. പക്ഷെ മനസ്സ് തുറന്ന് ജീവിക്കുക, മനസ്സ് തുറന്ന് കളിക്കുക. ഇനി പോരാടേണ്ടത് ആവശ്യമാണെങ്കിൽ മനസ്സ് തുറന്ന് പോരാടുക. ഗീത വളരെ പ്രായോഗികമായ ഒരു ഗ്രന്ഥമാണ്. അതുകൊണ്ടാണ് ഇത് പറഞ്ഞവരോ എഴുതിയവരോ ഇതിനെ ഒരു യുദ്ധക്കളത്തിൽ അവതരിപ്പിച്ചത്. പശ്ചാത്തലത്തിൽ ദാർശനികമായ ചർച്ചകളൊന്നും നടക്കുന്നില്ല. മറിച്ച് ലോകത്ത് സാധാരണ സംഭവിക്കാറുള്ളതുപോലെ വളരെ പ്രായോഗികമായ കാര്യങ്ങളാണ് നടക്കുന്നത്. എന്താണ്? തല്ലും വഴക്കും. ഗീതയുടെ ബന്ധം ആ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ദുഃഖത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുക എന്നതാണ്.